കോട്ടയം കൂരോപ്പടയിൽ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിലെ 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ലാക്കാട്ടൂർ മറ്റപ്പള്ളി ചിറപ്പുറത്ത് വീട്ടിൽ തോമസ് എബ്രഹാം, ഭാര്യ ജോത്സ്ന തോമസ്, മക്കളായ മരിയ തെരേസ, അലൻ തോമസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. ഇക്കഴിഞ്ഞ 13-നാണ് ഇവരെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം എന്നാണ് പ്രാഥമിക വിവരം. നാട്ടുകാരുടെ ആവശ്യം നിജസ്ഥിതി പുറത്തു വരണം തീർച്ചയായും. കാരണം വെച്ചാൽ ഇതുപോലെ ദാരുണമായൊരു സംഭവം ഞങ്ങളുടെ ഈ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ല. 4 പേരാണ് മരിച്ചത്. ഒരു കുടുംബം തന്നെ ഇല്ലാതായി. അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കണം. അവർക്കൊന്നും പോലീസിൻ്റെ അന്വേഷണം പോരാ. കാരണം ഇപ്പം ബഹുമാനായ MLA ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് കർശനമായ അന്വേഷണം വേണം. നിജസ്ഥിതി പുറത്തു വരണം. ഇതിൻ്റെ പിന്നിൽ ആരാണേലും അവരെ പിടികൂടി പോലീസ് കൊണ്ടുവരണം. ഇതിൻ്റെ ദുരൂഹത എന്ന് പറയുന്നത് ഈ ഒരു വിഷയമാണ്. കാരണം ഏറ്റവും പ്രധാനമായി ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ചത് എന്ത്? കാരണം ഇവർ ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകണ്ടേ? ആ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ഈ ചിട്ടി ഇടപാടുകളുണ്ടോ, ഇവർക്ക് സ്വകാര്യമായ എന്തൊക്കെ ഉണ്ടോ എന്നുള്ളത് അത് നമ്മൾ നോക്കി നിജസ്ഥിതി എന്താണെങ്കിലും തിരിച്ചു പറഞ്ഞു. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ആത്മഹത്യയാണ്. ഒരു കുടുംബം ഈ സൂചിപ്പിച്ചതുപോലെ ഇല്ലാതാകുന്നു. ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടികളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് BJP, കോൺഗ്രസ് ഒക്കെ ഇതിൽ പ്രത്യേക അന്വേഷണം തന്നെ നടത്തണം എന്നൊരാവശ്യം ഉയർത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ശ്രീജിത്ത്? അഭിലാഷ്, ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഉണ്ടായിരുന്നോ എന്ന സംശയം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജസ്ന, അതായത് കുട്ടികളുടെ മാതാവായ ജോത്സ്ന ജോലി ചെയ്തിരുന്ന സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ്. അവിടുത്തെ ഒരു ജീവനക്കാരിക്കെതിരെ ചില പരാമർശങ്ങൾ ഇവർ നടത്തിയിരുന്നു. പക്ഷേ അത് തന്നെയാണോ, അവർ തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. കാരണം ഇവർക്ക് നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. അതായത് ചില ഈ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് ആയിരുന്നു ഈ വനിത, ഈ വീട്ടമ്മ. അതുമായി ബന്ധപ്പെട്ട പണം തിരികെ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അതിലേക്ക് എത്തിച്ചത് എന്നാണ്. എന്തായാലും കുടുംബം ഒന്നിച്ച് തീരുമാനിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്നാണ്. ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഈ കുട്ടികളുടേതായ മൊഴികളുണ്ട്. അമ്മ മരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അമ്മ അങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ഞങ്ങളും അതിന്റെ കൂടെ നിൽക്കും എന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെയാണ് ഈ കുടുംബം ഒരുമിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഈ 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിലാണ് മകൻ അലൻ മരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഈ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ പിതാവിനും മാതാവിനും ഒക്കെ, പ്രത്യേകിച്ച് മാതാവിനുള്ളതാണ് ഒരു കാരണമായി വരുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ അവരെ ആരെങ്കിലും പറ്റിച്ചതാണോ, ഇതിന് പിന്നിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, ഇതൊക്കെ പരിശോധിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ചാണ്ടിയുമ്മൻ MLA അടക്കം ഈ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതൊരു ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ പോരാ, ഒരു സ്പെഷ്യൽ ടീമിനെ, ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ അല്ലെങ്കിൽ DYSP പോലുള്ള ഏതെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ എൻക്വയറി നടത്തണമെന്ന്. പക്ഷെ പോലീസിന്റെ കയ്യിൽ പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സർക്കാരിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ അവരുടെ മൃതദേഹം പള്ളിയിൽ, ചേപ്പുംപാറ പള്ളിയിൽ പൊതുദർശനത്തിന്, പള്ളിയുടെ ഹാളുണ്ട്, പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 3 മണിയോടുകൂടി സംസ്കാരം ഉണ്ടാകും. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഈ തോമസ് എബ്രഹാം 50 വയസ്സാണ്, ഭാര്യ ജോസ്ന തോമസ് 43 വയസ്സാണ്, മക്കളായ മരിയ തെരേസ തോമസ് 17, അലൻ തോമസ് 12 എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ പ്രായം. ഇങ്ങനെയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇവർക്കുണ്ടായിരുന്നതായി ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പ്രദേശവാസികൾക്കോ ഇവരുടെ പരിചയക്കാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നോ ശ്രീജിത്ത്? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അഭിലാഷ്, ചിലരൊക്കെ അത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതൊരു അന്തിമമായ ക്ലാരിറ്റിയോടുകൂടിയുള്ള വിവരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ പലരും പലതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം വരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പല പ്രതികരണങ്ങൾ വരുമല്ലോ. ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന
ഇവരുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഇവരുടെ കുടുംബം വലിയ കുടുംബമാണ്, അവരെ സഹോദരങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അത് തീർത്തതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് എത്രത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്, അത് ഈ കുടുംബത്തിന് പരിഹരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ പ്രതിസന്ധിയാണോ ഉണ്ടായിരുന്നത്, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. നിലവിൽ എന്തായാലും പോലീസിന്റെ വിവരം അനുസരിച്ച് ഒരു ആത്മഹത്യ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കുറിപ്പടക്കം ഉണ്ട്. പക്ഷെ അതിന് ഈ പറയുന്ന കാരണങ്ങൾ, ആർക്കെങ്കിലും എതിരെ കേസ് ചുമത്താവുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ അപ്പോഴും ഈ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലല്ല നാട്ടുകാർക്ക് തൃപ്തിയുള്ളത്. MLA അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടീം വേണം എന്നുള്ള കാര്യമാണ്. അതിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. അഭിലാഷ്, ഒപ്പം ചില റിപ്പോർട്ടുകളുണ്ടല്ലോ ശ്രീജിത്ത്, ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്, അതിലൊരു പേരുണ്ട്, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം എന്തെങ്കിലും ഹിന്റുകൾ, ഒരു സൂചനയോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? കാരണം ഇത് 13-ാം തീയതിയാണല്ലോ ഇവരെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ദിവസങ്ങൾ പിന്നിട്ടൊരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. അത് ബാങ്ക് സെക്രട്ടറിക്കെതിരെയാണ്, കൂരപ്പടയിലെ സഹകരണ ബാങ്ക് സെക്രട്ടറിക്കെതിരെയാണ്, ഒരു വനിതയ്ക്കെതിരെയാണ് ഇത്തരം പേര് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ പണം ഇവരുടെ കൈവശം ബാങ്കിലേക്ക് അടക്കേണ്ട പണം അടയ്ക്കണമെന്ന ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന വിവരം. പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവയാണ്. അതിൽ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും അവർക്കെതിരെ ഇപ്പോൾ വന്നിട്ടില്ല. പോലീസ് അക്കാര്യത്തെ കുറിച്ച് വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ഒരു പങ്ക് വന്നാൽ മാത്രമേ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക വായ്പ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കും എന്നുള്ളത് ബാങ്കുകൾ സ്വാഭാവികമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബാങ്ക് ജീവനക്കാരി പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പക്ഷെ അതും ഏതാണ്ട് ഒരുപാട് വലിയൊരു തുകയല്ല, ഏതാണ്ട് 3-3.5 ലക്ഷത്തിന്റെ കണക്കാണ് ചില നാട്ടുകാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ ഈ വീട്ടമ്മയുടെ ഭാഗത്ത് നിന്ന് പണം ചിലർ തിരിമറി നടത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിലൊരു അന്തിമമായ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അഭിലാഷ്, ഇതില് ഈ മരണകാരണം, ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ത് എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അഭിലാഷ്, തീർച്ചയായും ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ മരണമാണ്, കൂട്ടാത്മഹത്യയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നതിൽ വ്യക്തത വരണം. ഒരു കുടുംബം ഇല്ലാതായി എന്ന് പ്രദേശവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുമിച്ച് പഠിച്ച കുട്ടികളടക്കം. അങ്ങനെ ഒരു നാടിൻ്റെ നോവായി മാറുമ്പോൾ അതിൻ്റെ കാരണം എന്ത് എന്നറിയണം എന്നതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.